ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫിളഹുല്ല ഇന്ന് സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ്. അദ്ദേഹം പങ്കുവെക്കുന്ന ഒരു അനുഭവമുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു ഇന്തോനേഷ്യക്കാരൻ അയാൾ എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല, ഞാൻ അയാളോടൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷേ ജീവിതകാലം മുഴുവൻ എൻ്റെ മുമ്പിൽ ഒരു ഉത്ബോധനമായിട്ട്, ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ആ മനുഷ്യനുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫിളഹുല്ല ഒരിക്കൽ റമളാനിൽ അവസാനത്തെ 10 അപ്പോൾ ഖിയാമുൽ ലൈലിൻ്റെ സമയമാണ്. രാത്രിയുടെ അവസാനത്തെ ഭാഗങ്ങളിൽ പള്ളിയിൽ ആളുകൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലയുടെ മുമ്പിൽ ഒരു കാലില്ലാത്ത മനുഷ്യൻ, അയാളാണ് ഈ ഇന്തോനേഷ്യക്കാരൻ, ഒരു കാലില്ലാത്ത മനുഷ്യൻ വന്നിട്ട് നിസ്കരിക്കാൻ. അന്ന് ഇമാമ് ഓതുന്നത് ഒരു റക്കാത്തിൽ അര ജുസ് ആണ്. നമ്മളെ പള്ളിയിലൊക്കെ റമളാനിൽ ഒരു റക്കാത്തിൽ ഒരു പേജ ഓതൽ. അവിടെ ഒരു റക്കാത്തിൽ അര ജുസ് എന്ന് പറഞ്ഞാൽ 10 പേജാണ്. അങ്ങനെയാണ് ആദ്യത്തെ റക്കാത്തുകളൊക്കെ ഓതുന്നത്. പിന്നെ 1/4 ജുസ് ആണ്, 5 പേജ്. ഈ 3.5 ജുസ് ആണ് മൊത്തം ആ രാത്രി നിസ്കാരത്തിൽ ഇമാം ഓതിയിട്ടുള്ളത്. ആ 3.5 ജുസും തീരുന്നത് വരെ ഈ മനുഷ്യൻ ഒരു കാലിൽ നിന്നിട്ട് നിസ്കരിക്കാൻ. ഷെയ്ഖ് പറയാണ്, ഇത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത്, വേറൊരാളിനോട് പറഞ്ഞതല്ല. അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫിളഹുല്ല പറയാണ്, എൻ്റെ മുമ്പിൽ നിന്നിട്ടാണ് ആ മനുഷ്യൻ നിസ്കരിക്കുന്നത്. ഞങ്ങൾക്കും അയാൾക്കും ഇടയിൽ ഒരു മറയില്ല. എൻ്റെ തൊട്ട് മുമ്പിൽ നിന്നിട്ടാണ് ആ നിസ്കാരം മുഴുവൻ ഒറ്റക്കാലിൽ നിന്നിട്ട് ആ മനുഷ്യൻ പൂർത്തിയാക്കിയത്. 2 കാലുള്ള മനുഷ്യന്മാർ റോട്ടിൽ കൂടെ നടന്നു പോകുന്നുണ്ട് ഇവിടെ പള്ളിയിൽ നിസ്കാരം നടക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ രാത്രി നിസ്കാരങ്ങളുടെ അവസ്ഥ എന്താണ്? അതൊരു ശീലമായിട്ട് കൊണ്ട് നടക്കാൻ നമുക്ക് എന്താണ് തടസ്സം? ആരോഗ്യമുണ്ട് അല്ലെ, 2 കാലുകളുണ്ട്. ഇനി എന്നാണ് നമ്മൾ നമ്മുടെ രാത്രി നിസ്കാരമൊക്കെ തുടങ്ങുക? ആരെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്? മലക്കുൽ മൗത്ത് നമ്മളെ തേടി വരുന്ന സമയമാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അതുകൊണ്ട് അത് കുറച്ച് ഗൗരവത്തിൽ തന്നെ നമ്മൾ കാണണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.